RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളിൽ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്നും പലപ്പോഴും ദുർഗന്ധം വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഫ്രിഡ്ജിൻ്റെ ഈ ദുർഗന്ധം പോകാറില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ തരം ഫ്രിഡ്ജുകളുടെയും താഴെ കംപ്രസറിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ വെച്ചിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനെ കണ്ടൻസേറ്റ് ഡ്രെയിൻ ട്രേ അല്ലെങ്കിൽ ഡ്രിപ്പ് ട്രേ എന്നാണ് പറയുന്നത്. ഈ ട്രേയുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെ ശേഖരിക്കുക എന്നാണ്. ഈ വേസ്റ്റ് വാട്ടർ രണ്ട് തരത്തിൽ ഫ്രിഡ്ജിനുള്ളിൽ നിന്നും ഉണ്ടാകാം. ഒന്നാമത്, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീസറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം -18°C തൊട്ട് -20-23°C വരെയാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രിഡ്ജിന് ഉള്ളിലുള്ള ഈർപ്പം കണ്ടൻസ് ചെയ്ത് വെള്ളമായി ഈ ഫ്രീസറിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ കൂളിംഗ് കോയിലിലെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അത് ഐസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജ് കുറേ നേരം ഓഫാക്കി ഇടുമ്പോഴോ അതല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴോ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഓഫാകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ പതിയെ കൂടുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഐസ് ഉരുകി വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെള്ളം താഴെ നമ്മൾ കംപ്രസറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒരു ഡ്രെയിൻ ഹോസ് വഴി എത്തിക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്രസർ ചൂടായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ട്രേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചൂട് കൊണ്ട് ഈ ട്രേക്കുള്ള വെള്ളം പതിയെ നീരാവിയായിട്ട് പോകും. പക്ഷേ മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കംപ്രസറിൻ്റെ ചൂട് കൊണ്ട് ഈ വെള്ളം നീരാവിയായിട്ട് പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ട്രേക്കുള്ളിൽ തന്നെ ഈ വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കും. അങ്ങനെയാണ് ദുർഗന്ധം ഉണ്ടാകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാലവർഷം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ബാഗിലുള്ള ഈ ട്രേ പുറത്തെടുത്ത് അത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് തിരിച്ചു വെക്കണം. ഇതൊരു സാധാരണ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബ്ലാക്ക് കളർ ഇരിക്കുന്ന ആ കമ്പോണൻ്റാണ് നമ്മൾ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ഇരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ട്രേ അഴിക്കുന്നതെന്നും അത് ക്ലീൻ ആകുന്നതെന്നും കൂടെ നോക്കാം. സാധാരണയായിട്ട് ഇതൊരു 2 സ്ക്രൂകൾ വെച്ചിട്ടാണ് ഈ ഫ്രിഡ്ജിൻ്റെ ക്യാബിനറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മതിയാവും. ഇതിനും 2 സ്ക്രൂ ഉണ്ട്. ഒരു സൈഡിലെ സ്ക്രൂ നമ്മൾ അഴിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ക്രൂ ആണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രേ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകുക. ട്രേ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ കംപ്രസറിൻ്റെ മുകളിലേക്ക് ട്രേ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഊരിയ ആ 2 സ്ക്രൂകൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് പഴയ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഈ ട്രേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് ദ്രവിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഡ്രെയിൻ വാട്ടർ മൊത്തം തറയിൽ ആയി മൊത്തം വൃത്തികേടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതേ വലുപ്പത്തിലുള്ള ട്രേ അഥവാ കിട്ടിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡിലുള്ള പുതിയ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.